എല്ലാവർക്കും നമസ്കാരം. ഡേ ഇൻ ദ ഫീലിംഗ് ടു മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ആ ഫീലിംഗിൽ ഇരിക്കുക. ഇതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാനായിട്ട് പോണത്. നമുക്ക് എല്ലാം വേണമല്ലേ? പുതിയ വീട് വേണം, പുതിയ കാറ് വേണം, പുതിയ ജോലി വേണം, അങ്ങനെ പല പല ആഗ്രഹങ്ങൾ നമുക്കുണ്ടായിരിക്കും. ഇത് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു തെറ്റായ രീതിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇത് മാനിഫെസ്റ്റ് ചെയ്ത് പുതിയ വീട്, പുതിയ കാറ്, പുതിയ വണ്ടി, പുതിയ ജോലി, ഇതൊക്കെ നമ്മളിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഫീലിങ്സ് അവിടെ കൊണ്ടുവരികയാണല്ലേ. ഒരു പുതിയ കാറ് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ പുതിയ വീട് കിട്ടി നമ്മൾ അതിലേക്ക് താമസം മാറുമ്പോൾ, അല്ലെങ്കിൽ പുതിയൊരു ജോലി കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഫീലിംഗ്, ഈ ഫീലിംഗ് എന്താണെന്നുള്ളത് നമുക്ക് ഏകദേശം അറിയാം. നമുക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മളത് ആലോചിക്കുമ്പോൾ നമുക്ക് ആ ഒരു സന്തോഷം കിട്ടുമായിരിക്കും. പക്ഷേ പിന്നീട് നമ്മൾ യഥാർത്ഥത്തിലേക്ക്, അല്ലെങ്കിൽ അത് ഇപ്പം അതൊന്നും ഇല്ലല്ലോ എന്നാലോചിച്ച് വരുമ്പോൾ നമ്മുടെ ആ ഒരു ഫീലിംഗ് അങ്ങോട്ട് പോകും. നമ്മുടെ യൂണിവേഴ്സിന് നമ്മുടെ യൂണിവേഴ്സിന് മനസ്സിലാക്കുന്ന ഭാഷ എന്ന് പറഞ്ഞാൽ ഫീലിംഗ് ആണ്. അതിന് വേറെ ഒരു ഭാഷയും മനസ്സിലാവില്ല. അപ്പോൾ ആ ഭാഷ ഉപയോഗിച്ച് വേണം നമ്മൾ യൂണിവേഴ്സായിട്ട് കണക്റ്റ് ആവാനായിട്ട്. നിങ്ങൾ പലരും, അല്ലെങ്കിൽ നമ്മൾ പലരും മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. ആ മെഡിറ്റേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തു. ആ മെഡിറ്റേഷനിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തു എന്തൊക്കെ വേണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയായിരിക്കണം എൻ്റെ ഗോൾ, അത് അറ്റൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ വേണം, ആ ഫീലിംഗ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ കൊണ്ടുവന്നു വിചാരിക്കുക. അതിനുശേഷം ബാക്കി റെസ്റ്റ് ഓഫ് ദ ടൈം, അതായത് 24 മണിക്കൂർ ഒരു ദിവസം ഉണ്ടല്ലോ, ആ 24 മണിക്കൂറിൽ നമ്മൾ 20 മിനിറ്റ്, മാക്സിമം 1-2 മണിക്കൂർ ആ ഒരു മെഡിറ്റേഷനിൽ മാറ്റി വെച്ച് ആ ഫീലിങ്ങോടെ ഇരുന്നിട്ട് ബാക്കി 22 മണിക്കൂർ നമ്മൾ ആ ഫീലിംഗ് അല്ല, അതായത് കണ്ടോ, നമ്മൾ മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞ് ഭയങ്കര റെസ്റ്റിലൊക്കെ ഇങ്ങനെ ഇരുന്ന് തുറന്നിങ്ങനെ നോക്കി കഴിഞ്ഞ് റിയൽ വേൾഡിലെത്തിയപ്പോൾ ഇതൊന്നും നമ്മുടെ മുമ്പിലില്ല. അതായത് നിങ്ങളൊരു 5 വർഷം കഴിഞ്ഞ് ഒരു വീട് പണിയുമ്പോൾ, അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞ് ഇന്ന് കാറ് മേടിക്കും എന്നൊക്കെ ഒരു ഫണ്ടൊക്കെ നമുക്കറിയാലോ. ആ ഒരു ഫണ്ടിലേക്ക് എത്തി നിൽക്കുന്ന ആളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, 5 വർഷം കഴിയുമ്പോൾ ഞാനിത് മേടിക്കും എന്നൊക്കെ വിചാരിച്ച് ഇതിനെ വെക്കും. പക്ഷേ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഇപ്പം ഇല്ല, അവൻ്റെ പ്രസന്റ് സിറ്റുവേഷനിൽ അതിലില്ല. അപ്പം എന്ത് ചെയ്യുന്നറിയോ? ഒരു ലാക്നെസ് ഫീൽ ചെയ്യാൻ തുടങ്ങും. ലാക്നെസ് ഫീൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അബൻഡൻസിന്റെ സ്ഥാനം അവിടെ നിന്ന് പോകും. നമ്മുടെ മനസ്സിന് ഒരു കാര്യത്തിലാണ് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ലാക്നെസ്സിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അബൻഡൻസ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ലൈഫിൽ നിന്ന് മാറിപ്പോവും. അപ്പോൾ പിന്നെ അവിടെ എന്താ സംഭവിക്കുക? അവിടെ സംഭവിക്കുന്നത് നമ്മുടെ ലൈഫിൽ ലാക്നെസ്, അതായത് ആ ഒരു ഇല്ലായ്മ, അതായത് പുതിയ വീട്, പുതിയ കാറ് മാത്രമല്ല, നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാതാവുന്ന അവസ്ഥയൊക്കെ വരും. കാരണം ആ ഒരു ലാക്ക് എന്ന് പറയുന്ന സാധനത്തിലേക്കാണല്ലോ നമ്മൾ കൊടുക്കണത്. അപ്പോൾ ആ ഇല്ലായ്മ നമ്മുടെ ജീവിതത്തിൽ മൊത്തം അത് വ്യാപിക്കാൻ തുടങ്ങും. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു ഫീലിംഗ്, അതായത് നമുക്കത് കിട്ടുന്നതിന് മുമ്പ് നമുക്കത് എങ്ങനെ ഫീൽ ചെയ്യും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് ആ ഒരു കാര്യത്തിൽ നമ്മൾ വേണം ജീവിക്കാനായിട്ട്. ആക്ടേഴ്സ് ടെക്നിക്ക് എന്നൊക്കെ പറയില്ലേ, നമ്മൾ ആ ഒരു രീതിയിൽ എങ്ങനെ, ആ ഒരു പുതിയ കാർ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മൾ വയ്ക്കുക, അത് ഓടിച്ച് നമ്മൾ എങ്ങോട്ടൊക്കെ പോകും, അല്ലെങ്കിൽ അതിൽ കയറിയിരിക്കും നമുക്ക് ഉണ്ടാകുന്ന ഫീലിംഗ് എന്താണ്, അതൊക്കെ ഇപ്പോൾ ഫീൽ ചെയ്യുക. പ്രസന്റ് റൈറ്റ് നൗ ആ ഒരു ഫീലിങ്ങോടുകൂടെ നമ്മൾ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ ആ ഒരു വൈബ്രേഷൻ ആ യൂണിവേഴ്സിന് കണക്റ്റ് ആവുള്ളൂ. അപ്പോൾ എത്രയും വേഗം നമുക്കത് കൊണ്ടുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ ഫീലിംഗ് നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ആത്മാർത്ഥമായി നിൽക്കുന്നോ അത്രത്തോളം യൂണിവേഴ്സ് നമുക്കത് കൊണ്ടുതരും. അതാണ് ആക്ടേഴ്സ് ടെക്നിക്ക് അല്ലേ. ആക്ട് ലൈക്ക് ദാറ്റ് പേഴ്സൺ. ആ കാറ് കിട്ടിയ പോലെ, ആ വീട് നിങ്ങൾക്ക് സ്വന്തമായ പോലെ ഇരിക്കുക എന്നുള്ളത്. നിങ്ങളൊരു വാടക വീട്ടിലായിരിക്കും, പക്ഷെ പുതിയ വീട് മേടിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മെറ്റീരിയൽ തിങ്സ് ഒക്കെ മേടിക്കുമ്പോൾ, അല്ലെങ്കിൽ മെറ്റീരിയൽ തിങ്സ് ഒക്കെ നമ്മൾ സ്വന്തമാക്കുമ്പോൾ നമുക്ക് വരുന്നത് ആ സമയത്ത് ഉണ്ടാകുന്ന ഫീലിംഗ്, ആ ഫീലിംഗ് കിട്ടാനല്ലേ നമ്മളിതൊക്കെ മേടിക്കണത്. ഒരു ഫോൺ മേടിച്ചു, നിങ്ങൾ ഫോൺ മേടിച്ചിട്ട് ആ ഫോൺ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന, മനസ്സിൽ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷം ഫീൽ ചെയ്യുക എന്നുള്ളതാണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് അല്ലേ. അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങൾ ഇപ്പോൾ ഫീൽ ചെയ്യാം. അതായത് കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് 5 വർഷം കഴിഞ്ഞിട്ട് കിട്ടുന്ന കാര്യമായിരിക്കും, പക്ഷെ അത് കിട്ടി എന്നുള്ള ഒരു സന്തോഷത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ ആ വൈബ്രേഷൻ പെട്ടെന്ന് യൂണിവേഴ്സിന് മാച്ച് ആവും, ആ ഫീലിംഗ് യൂണിവേഴ്സിന് മാച്ച് ആവും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ആ സാധനം നമ്മളിലേക്ക് എത്തും. അപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡേ ഡ്രീം നിങ്ങൾ ചെയ്യണ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ആ ഒരു ഫീലിംഗ് കിട്ടാതെ അവിടെ നിന്ന് എണീക്കില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പിക്കുക. ബോഡിയെ പറഞ്ഞ് മനസ്സിലാക്കുക, സിറ്റ് ഡൗൺ. നിനക്ക് ഈ ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഡേ ഡ്രീം എന്ന് പറയുന്ന സാധനം നിങ്ങൾ ചെയ്യണം. ആ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? സിറ്റ് ഡൗൺ, റിലാക്സ്. വേറെ ഒന്നും പറ്റി നിങ്ങൾ ചിന്തിക്കരുത്. റിലാക്സ് ചെയ്തിട്ട് ആ ഒരു കാര്യം കിട്ടി എന്നുള്ള ഫീലിംഗിൽ ഇരിക്കുക. ആ ഒരു ഫീലിംഗ് നിങ്ങളുടെ ബോഡിയിൽ വരാതെ നിങ്ങൾ അവിടെ നിന്ന് എണീക്കരുത്. അതാണ് നമ്മൾ ബോഡിയെ പഠിപ്പിക്കേണ്ട ഏറ്റവും വലിയ രീതി. അങ്ങനെ പഠിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ബോഡി നമ്മളെ അനുസരിക്കാൻ തുടങ്ങും. ബോഡി ഈസ് അവർ സെർവൻറ്റ് അല്ലേ. അപ്പോൾ ആ ഒരു
കാര്യം അങ്ങനെ അനുസരിച്ച് തുടങ്ങുമ്പോൾ പിന്നെ നമ്മൾ ഏതൊരു സമയത്തും നമുക്ക് ഏറ്റവും തിരക്കേറിയ സ്ഥലത്ത് പോലും നമുക്ക് ആ ഫീലിംഗ് നമ്മളൊന്ന് കണ്ണടച്ച് കഴിഞ്ഞാൽ ആ ഫീലിംഗ് വരാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഡെയിലി നമുക്ക് ഒരുപാട് തവണ ഈ ഒരു ഫീലിംഗ് കൊണ്ടുവരാൻ പറ്റും. എത്രത്തോളം നമ്മൾ ഈ ഫീലിംഗിലേക്ക് നമ്മുടെ ആ ഒരു പൊട്ടൻഷ്യൽ നമ്മൾ ഇടുന്നോ അത്രത്തോളം നമ്മുടെ ഗോള് പെട്ടെന്ന് അടുത്ത് വരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സ്റ്റേ ഇൻ ദ ഫീലിംഗ് ടു മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫീലിംഗ് ആണ് ഈ യൂണിവേഴ്സിന് മനസ്സിലാകുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ആ ഫീലിംഗിൽ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം താങ്ക് യു അല്ല അല്ലെ, കിട്ടുന്നേക്കാൾ മുമ്പ് താങ്ക് യു, അല്ലെങ്കിൽ കിട്ടുന്നേക്കാൾ മുമ്പ് ആ ജോയ് ഗ്രാറ്റിറ്റ്യൂഡിൽ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ഇട്ടാൽ ദിസ് ഇസ് ടോസ്റ്റ് മാം സൈനിങ്.